അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, ഇനി ഞാൻ പറയുന്നത് ഒരു മേക്കപ്പ് ഇട്ട് നടന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. നമുക്കൊന്നും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ആ ഒരു സ്ത്രീ മരണപ്പെട്ടപ്പോൾ കുളിപ്പിക്കാൻ എത്തിയവർ കണ്ടത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. ഒരു നാട്ടിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ നല്ല സ്വഭാവമൊക്കെ ആയിരുന്നു. പക്ഷെങ്കിൽ അവൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് മുഖത്ത് നല്ല രീതിയിൽ പൊട്ടിയിടും, അതുപോലെ നല്ല രീതിയിൽ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നടക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. നല്ല രീതിയിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മുഖമൊക്കെ ഭംഗിയാക്കി നടക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ ഒരു സ്ത്രീ മരണപ്പെട്ടു, ഒരു ദിവസം മരണപ്പെട്ടു. എല്ലാവരും ഈ ഒരു സ്ത്രീനെ കൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു. ആ നാട്ടിലേക്ക് വെച്ചിട്ട് ആ ഒരു ഭംഗിയുള്ള സ്ത്രീയും അതുപോലെ നല്ല രീതിയിൽ മേക്കപ്പിൻ എന്ന് വെച്ചാൽ മേക്കപ്പ് നല്ലോണം ചെയ്തിട്ട് നടക്കുന്ന ഒരു പെണ്ണായിരുന്നു. ഇതുപോലെ മേക്കപ്പ് ഇട്ട് നടക്കുന്ന ആൾക്കാർ ഓർമ്മിക്കണം, നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി എന്തിനാണ് മറ്റുള്ളവരെ കാണിക്കുന്നത്? അന്യപുരുഷന്മാരെയൊക്കെ കാണിച്ച് അവരെ ആസ്വദിപ്പിക്കേണ്ടതല്ല നമ്മുടെ ഭംഗി. നമ്മുടെ വീട്ടിൽ ഭംഗിയായിട്ട് നടക്കുക, നമ്മുടെ ഭർത്താക്കന്മാർക്ക് കാണിക്കുക. ഇതിലുള്ള പൊട്ടിയൊക്കെ വാരി തേച്ചിട്ട് നടക്കുന്നവർക്ക് ഇതൊരു പാഠമാണ് ഇവളുടെ മരണം. നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ ഒരു കാര്യം ഓർമ്മിച്ചാൽ മതി, പടച്ചിറപ്പ് നമുക്ക് തന്ന സൗന്ദര്യം മതി. നമ്മളെ സൗന്ദര്യം കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം നമ്മെ ഇഷ്ടപ്പെട്ടാൽ മതി. നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മുഖം മണ്ണിലേക്കാണ് വെക്കുക. ഒരു പിടി മണ്ണെടുത്തിട്ട് നമ്മുടെ കവിളിലാണ് വെക്കുക. അപ്പോൾ നമ്മുടെ മുഖത്ത് പൊട്ടിയൊന്നും ഉണ്ടാവില്ല, മേക്കപ്പ് ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു സ്ത്രീ മരണപ്പെട്ടപ്പോൾ ആ ഒരു സ്ത്രീയെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നവരൊക്കെ ആകെ ഞെട്ടിപ്പോയി. ഈ ഒരു സ്ത്രീയുടെ മുഖം ആകെ വികൃത രൂപത്തിലായിട്ട് കാണുന്നവർക്കൊക്കെ പേടിയാവുകയും അതുപോലെ ഒരു മുഷിഞ്ഞ സ്മെല്ലൊക്കെ വരുന്ന ഒരു മയ്യത്തായിരുന്നു. എന്നിട്ട് കുളിപ്പിക്കുന്നവർക്കൊക്കെ പേടിയായിട്ട് കുളിപ്പിക്കുന്നവരൊക്കെ ചോദിക്കും, ഇവൾക്ക് എന്താണ് തെറ്റ്, ഇവളെന്താണ് തെറ്റ് ചെയ്തത് ദുനിയാവിൽ? ഇവളെ മുഖം അത്രയ്ക്ക് ഭീകരമായിരുന്നു. പേടിച്ചിട്ട് എങ്ങനെയൊക്കെയോ അവർ കുളിപ്പിച്ച് സ്ഥലം കാലിയാക്കി. അതുപോലെ തന്നെ ഭയങ്കര ദുർഗന്ധവുമായിരുന്നു. എന്നിട്ട് അവർ പരസ്പരം ചോദിക്കുമായിരുന്നു, ഇവളെന്താണ് ദുനിയാവിൽ ഇത്രക്ക് കഠിനമായിട്ടുള്ള തെറ്റ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ പലരും പറഞ്ഞത് ഇവൾ നല്ല രീതിയിൽ മേക്കപ്പ് ഇടുമായിരുന്നു, അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ മേക്കപ്പ് ഇട്ട് ഇറങ്ങുമായിരുന്നു. മേക്കപ്പ് ഇട്ട ആ ഒരു സ്ത്രീയുടെ മുഖമാണ് മരിച്ചപ്പോൾ ഈ ഒരു വികൃത രൂപത്തിൽ ആയി മാറിയത്. നമ്മൾ ശ്രദ്ധിക്കണം, പടച്ച റബ്ബ് തന്ന സൗന്ദര്യം മാത്രം മതി നമുക്ക്. നമ്മൾ എന്തിനാണ് അന്യപുരുഷന്മാർക്ക് മേക്കപ്പ് ഇട്ട് കാണിച്ചു കൊടുക്കുന്നത്? നമ്മുടെ ഭംഗി നമ്മളെ ഭർത്താവിൻ്റെ മുന്നിൽ നമ്മൾ മേക്കപ്പ് ഇട്ട് നടക്കുക. ഈ ഒരു മരണം നമുക്കൊക്കെ ഒരു പാഠമാണ്. പടച്ച റബ്ബ് നമ്മയും നമ്മുടെ പെൺമക്കളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. മേക്കപ്പ് ഇട്ട് നടന്നാലും ഇതുപോലെയുള്ള ദുരന്ത മരണങ്ങളിൽ നിന്ന് നമ്മളെ പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. നല്ല മരണം നല്ല സമയത്ത് വെച്ചിട്ട്, അതുപോലെ നല്ല ദിക്റ് വെച്ച് ചൊല്ലിയിട്ട് ലായിലൊക്കെ ചൊല്ലിയിട്ട് ഈമാനോട് കൂടി നല്ല സമയത്ത് നമ്മളെ പടച്ച റബ്ബ് തിരിച്ചു വിളിക്കട്ടെ. അതുപോലെ കാണാൻ നല്ല ദുർഗന്ധമൊന്നും ഇല്ലാത്ത നല്ല സുഗന്ധത്തിൻ്റെ മണമുള്ള നല്ല മയ്യത്തും അതുപോലെ ചിരിച്ചുകൊണ്ട് കിടക്കുന്ന നല്ല ഉറങ്ങിക്കിടക്കും പോലെയുള്ള മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഈമാനിൻ്റെ മുഖമുള്ള നല്ല പ്രകാശിക്കുന്ന മുഖമുള്ള ഒരു മയ്യത്താക്കി നമ്മളെയൊക്കെ മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.